അവളെ ഞാൻ കൊല്ലും. സൂരജിന്റെ ആ വാക്കുകൾ അറം പറ്റുന്നതായിരുന്നു. ഭാര്യ ബിൻസിയുടെ കൂട്ടുകാരികളെ ഫോണിൽ വിളിച്ചു പറഞ്ഞ ശേഷമാണ് അയാൾ ആ ക്രൂരകൃത്യം ചെയ്തത്. കുവൈത്തിൽ നേഴ്സുമാരായ മലയാളി ദമ്പതികളുടെ മരണം വലിയ ഞെട്ടലുളവാക്കുന്നതാണ്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവനൊടുക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുവൈത്തിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ കാത്തിരുന്ന ആ മലയാളി കുടുംബത്തിൽ എന്തായിരിക്കാം സംഭവിച്ചത്? സംശയരോഗം സൂരജിനെ കൊലയാളിയാക്കിയതാണോ? അനാഥരായ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആരുണ്ട് ആശ്രയം? ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. കുവൈത്തിലെ മലയാളി ദമ്പതിമാരായ സൂരജിനും ഭാര്യ ബിൻസിക്കും എന്താണ് സംഭവിച്ചത്? കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഇരുവരും പരസ്പരം കുത്തിക്കൊലപ്പെടുത്തിയെന്ന വിവരമാണ് ആദ്യം കേട്ടതെങ്കിൽ അതല്ല സത്യം. കണ്ണൂർ സ്വദേശി സൂരജ് ഭാര്യ ബിൻസിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. ബിൻസിയുടെ നെഞ്ചിനും സൂരജിൻ്റെ കഴുത്തിലും കുത്തേറ്റതാണ് മരണകാരണം. ഹാളിൽ രക്തം തളം കെട്ടിയ നിലയിലാണ്. കുടുംബ പ്രശ്നമാണ് കൂട്ടമരണത്തിന് കാരണമെന്നാണ് പോലീസ് നിഗമനം. അതിനിടെ ദമ്പതിമാരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് കുവൈത്തിലെ അബ്ബാസയിലുള്ള താമസ സ്ഥലത്ത് ഇരുവരെയും കുത്തേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 12 വർഷത്തോളമായി ഇവർ കുവൈത്തിൽ നഴ്സുമാരാണ്. ഇരുവരും വഴക്കിനെ തുടർന്ന് പരസ്പരം കുത്തിയതെന്നായിരുന്നു പ്രാഥമിക വിവരം. ബിൻസിയും സൂരജും തമ്മിൽ തർക്കിക്കുന്ന ശബ്ദം കേട്ടിരുന്നതായാണ് അയൽവാസികൾ പോലീസിനോട് പറഞ്ഞത്. സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടെങ്കിലും ഫ്ളാറ്റ് അടച്ചിരുന്നതിനാൽ ഇടപെടാൻ സാധിച്ചില്ല. അയൽക്കാരാണ് ഫ്ളാറ്റ് സെക്യൂരിറ്റിയെ വിവരം അറിയിച്ചത്. ഈ വിവരം കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓപ്പറേഷൻ റൂമിൽ ലഭിച്ചതിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി. വാതിലിൽ മുട്ടിയെങ്കിലും തുറക്കാത്തതോടെ പബ്ലിക് പ്രോസിക്യൂട്ടർ അനുമതിയോടെ വാതിൽ തകർത്താണ് പോലീസ് അകത്ത് പ്രവേശിച്ചത്. ഇതിൽ ബിൻസിയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിലാണ് കാണപ്പെട്ടത്. രണ്ടുപേരുടെയും കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ഹാളിൽ രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിലാണ് കാണപ്പെട്ടത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റിന് ശേഷം തർക്കമുണ്ടായതായാണ് സംശയിക്കുന്നത്. സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു. ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നതായും ഇയാൾ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. പിന്നീട് സൂരജ് തന്റെ വാട്സ്ആപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും ആപ്പിൽ നിന്ന് സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കുകയും ചെയ്തിരുന്നു. എന്താണ് തർക്കത്തിനും കൊലപാതകത്തിനും കാരണമെന്ന് പോലീസ് പരിശോധിച്ചു വരുന്നു. കുവൈത്തിൽ വർഷങ്ങളായി നഴ്സായി ജോലി ചെയ്തിരുന്ന ബിൻസിയും സൂരജും ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തീരുമാനത്തിലായിരുന്നു. അതിന്റെ ഭാഗമായി ദമ്പതിമാരുടെ മക്കളെ നാട്ടിലേക്ക് മാറ്റിയിരുന്നു. മാർച്ചിൽ 1 മാസത്തെ അവധിക്ക് നാട്ടിലെത്തിയ ബിൻസി ഈസ്റ്ററിന് തൊട്ടു മുമ്പാണ് കുവൈത്തിലേക്ക് മടങ്ങിപ്പോയത്. ഈസ്റ്റർ കഴിഞ്ഞ ശേഷമാണ് സൂരജ് മടങ്ങിയത്. പരസ്പരം നല്ല സ്നേഹത്തിലായിരുന്നു ഇരുവരുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് ഭാഗമായി ബംഗളൂരുവിൽ പോയി മെഡിക്കൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. മരണം സംബന്ധിച്ച് കുവൈത്ത് പോലീസിന്റെ ഔദ്യോഗിക വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. അപകട സ്ഥലത്ത് നിന്നുള്ള വിരലടയാളങ്ങൾ വിദഗ്ധർ ശേഖരിച്ചിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ മൃതദേഹങ്ങൾ കേരളത്തിലെത്തിക്കുമെന്നാണ് വിവരം. സൂരജ് കുവൈത്തിലെ ആരോഗ്യ മന്ത്രാലയത്തിലാണ് നഴ്സായി ജോലി ചെയ്തിരുന്നത്. ബിൻസി കുവൈത്തിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ സ്റ്റാഫ് നഴ്സാണ്. ബിൻസി എറണാകുളം പെരുമ്പാവൂർ മണ്ണൂർ സ്വദേശിയും സൂരജ് കണ്ണൂർ മണ്ഡല സ്വദേശിയുമാണ്. ന്യൂസ് 18 കുവൈത്ത്. വർഷങ്ങൾ നീണ്ട പ്രണയം, വീട്ടുകാരോടുള്ള എതിർപ്പ് അവഗണിച്ചുള്ള വിവാഹം. എന്നാൽ ആ ദാമ്പത്യ ബന്ധം ബിൻസി എന്ന യുവതിക്ക് കണ്ണീരും വേദനയുമാണ് സമ്മാനിച്ചത്. നഴ്സിംഗ് പഠനശേഷം ഡൽഹിയിൽ ജോലി ചെയ്യുമ്പോഴാണ് പെരുമ്പാവൂർ സ്വദേശി ബിൻസി ഇരിട്ടി സ്വദേശി സൂരജുമായി പ്രണയത്തിലാകുന്നത്.
ബിൻസിയേക്കാൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് സൂരജിൻ്റേത്. ഭാര്യയാണ് അയാളെ BSc നഴ്സിംഗ് വരെയും പഠിപ്പിക്കാൻ പണം മുടക്കിയത്. പിന്നീട് അവളുടെ സഹായത്താൽ കുവൈത്തിലെത്തുന്നു. ഇതെല്ലാം അയാളിൽ അപകർഷതാബോധം ഉണ്ടാക്കി. ഇതോടൊപ്പം ഭാര്യയോടുള്ള സംശയം അയാളെ ആക്രമണകാരിയാക്കി. അങ്ങനെയാണ് കുവൈത്തിലെ ഫ്ലാറ്റിൽ കഴിഞ്ഞ രാത്രി ആ ദുരന്തം സംഭവിക്കുന്നത്. ഭർത്താവിൻ്റെ ക്രൂരതയിൽ അനാഥരായ 2 കുഞ്ഞുങ്ങൾ തീരാ കണ്ണീരാണ്. നഴ്സിംഗ് പഠനത്തിന് ശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോഴാണ് പെരുമ്പാവൂർ സ്വദേശി ബിൻസി കണ്ണൂരുകാരനായ സൂരജുമായി പരിചയപ്പെടുന്നത്. ആ പരിചയം പിന്നീട് പ്രണയമായി. സൂരജിനെ അപേക്ഷിച്ച് സാമാന്യം സാമ്പത്തിക ശേഷിയുള്ളതാണ് ബിൻസിയുടെ കുടുംബം. ബിൻസി BSc നഴ്സും സൂരജ് ജനറൽ നഴ്സുമാണ്. അതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സായി ജോലി ലഭിച്ചു. കാമുകനെയും കുവൈറ്റിലെത്തിക്കാനായി തന്റെ ശമ്പളം കൊണ്ട് ബിൻസി സൂരജിനെ BSc നഴ്സിംഗ് പഠിക്കാൻ അയച്ചു. തുടർന്ന് BSc നഴ്സിംഗ് പാസ്സായ സൂരജും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ കുവൈറ്റിലെത്തി. അതിനിടെ വീട്ടുകാർ ബിൻസിക്ക് വിവാഹാലോചനകൾ ആരംഭിച്ചിരുന്നു. അപ്പോഴാണ് സൂരജുമായുള്ള പ്രണയത്തെക്കുറിച്ച് അവൾ വീട്ടുകാരോട് പറഞ്ഞത്. വീട്ടുകാർ ആദ്യം എതിർത്തെങ്കിലും മകളുടെ നിർബന്ധത്തിന് വഴങ്ങി പിന്നീട് ഇവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. രണ്ടുപേരും കുവൈറ്റിൽ നേഴ്സുമാരായതിനാൽ ഉയർന്ന ശമ്പളവുമുണ്ട്. പിന്നീട് ഇവർക്ക് 2 മക്കളുണ്ടായി. പതിയെയാണ് സൂരജിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടായത്. എല്ലാ കാര്യത്തിലും സംശയം ഉടലെടുത്തു. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പൊട്ടിത്തെറിക്കും. മക്കളുടെ മുന്നിൽ വെച്ച് പോലും ഭാര്യയെ അയാൾ മർദ്ദിക്കുന്നത് പതിവായി. എന്നാൽ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ മാന്യനായി നടിക്കും. കുവൈറ്റിലെ മലയാളി സംഘടനകളിലെല്ലാം സജീവമാണ് ഇയാൾ. പക്ഷേ വീട്ടിലെത്തിയാൽ മറ്റൊരു മനുഷ്യനായി മാറുന്ന ഭർത്താവിനെ ബിൻസി കുറെ സഹിച്ചു. ജീവിതം കൂടുതൽ പച്ചപിടിക്കുന്നതിന്റെ ഭാഗമായാണ് ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തയ്യാറെടുത്തത്. 5ാമത്തെ വട്ടം പരീക്ഷ എഴുതി പാസ്സായതോടെ 2 കുഞ്ഞുങ്ങളെയും നാട്ടിൽ വിട്ടു. ഈസ്റ്ററിന് നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് 2 കുട്ടികളെയും പെരുമ്പാവൂരിലെ ബിൻസിയുടെ വീട്ടിലാക്കിയത്. പിന്നീട് ബന്ധുക്കളും സുഹൃത്തുക്കളും കേട്ടത് ഇരുവരുടെയും മരണവാർത്തയാണ്. ബിൻസിയെ കൊലപ്പെടുത്തുമെന്ന് കൂട്ടുകാരികളെ ഫോണിൽ വിളിച്ച് സൂരജ് പറഞ്ഞിരുന്നു. ന്യൂസ് 18 കൊച്ചി. തമിഴ്നാട് തിരുപ്പൂരിലെ രാജേഷും നേഴ്സായ ചിത്രയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. എന്നാൽ വിവാഹശേഷമാണ് ഭർത്താവ് ലഹരിക്കടിമയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ മർദ്ദനം പതിവ്. അങ്ങനെ സഹിച്ച് മടുത്ത് ചിത്ര 1.5 വയസ്സുള്ള കുഞ്ഞുമായി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് താമസം മാറിയതാണ്. എന്നാൽ അവിടെയും അയാൾ ജീവിക്കാൻ സമ്മതിച്ചില്ല. കഴിഞ്ഞ രാത്രി ചോരയിൽ കുളിച്ചു കിടക്കുന്ന ചിത്രയുടെ മൃതദേഹമാണ് നാട്ടുകാർ കണ്ടത്. ഭാര്യയെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് രാജേഷ് ഖന്നയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബ വഴക്കാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്. തിരുപ്പൂർ ജില്ലാ കളക്ടറേറ്റിന് സമീപം ഇടിഞ്ഞുപൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിനടുത്തായാണ് കഴിഞ്ഞ ദിവസം ചോരയിൽ കുളിച്ചു കിടക്കുന്ന മൃതദേഹം നാട്ടുകാർ കണ്ടത്. തലയും കൈകളുമെല്ലാം കല്ലുപയോഗിച്ച് അതിക്രൂരമായി തല്ലിച്ചതച്ച നിലയിലായിരുന്നു. സമീപത്ത് നിന്ന് രക്തം പുരണ്ട കല്ലുകളും കണ്ടെത്തി. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ചത് പല്ലടംസാലയിലുള്ള സ്വകാര്യ ദന്തലാശുപത്രിയിലെ നേഴ്സ് മധുര സ്വദേശി ചിത്രയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഭർത്താവ് രാജേഷ് ഖന്നയാണ് കൊല ചെയ്തതെന്ന് വ്യക്തമായതോടെ പോലീസ് തെരഞ്ഞുവരുന്നതിനിടെ മധുരയിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. രാജേഷ് ലഹരിക്കടിമയാണെന്ന് പോലീസ് പറയുന്നു. CCTV ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത്. 20 ദിവസം മുമ്പാണ് ചിത്ര പല്ലടത്തെ സ്വകാര്യ ദന്തൽ ക്ലിനിക്കിൽ ജോലിയിൽ പ്രവേശിച്ചത്. രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു.
യുവതിയെ ആളൊഴിഞ്ഞിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് രാജേഷ് കൊല നടത്തിയത്. ഭർത്താവുമായി പിണങ്ങി 1.5 വയസ്സുള്ള കുഞ്ഞുമായി മധുരയിൽ നിന്ന് തിരുപ്പൂരിലേക്ക് താമസം മാറിയതാണ് ചിത്ര. ഇരുവരും പ്രണയിച്ചാണ് വിവാഹം ചെയ്തതെങ്കിലും ദമ്പതിമാർക്കിടയിൽ വഴക്ക് പതിവായിരുന്നെന്നും ബന്ധുക്കൾ മൊഴി നൽകി. കഴിഞ്ഞ ദിവസം ചിത്രയെ കാണാൻ രാജേഷ് ആശുപത്രിയിലെത്തിയിരുന്നു. കുടുംബവഴക്കിനെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ചെന്നൈ. തിരുവനന്തപുരം കല്ലമ്പലത്തെ വിറപ്പിക്കുന്നവരാണ് കുപ്രസിദ്ധ ഗുണ്ടകളായ സിമ്പിൾ എന്ന സതീഷ് സാവനും ചിരി എന്നറിയപ്പെടുന്ന ശ്രീകാന്തും. എന്നാൽ പേര് പോലെ അവർ അത്ര സിമ്പിളല്ല. പുറമേ കാണുന്ന ചിരി പോലെയല്ല ശ്രീകാന്തിൻ്റെ സ്വഭാവവും. കല്ലമ്പലത്ത് യുവതിയെ മർദ്ദിച്ച കേസിൽ ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്ന കേസിലാണ് പോലീസിന്റെ നടപടി. പിടിയിലായവർ വധശ്രമം, അടിപിടി ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണ്. കല്ലമ്പലം മാവിൻമൂട്ടിൽ വീട്ടിൽ കയറി യുവതിയെ മർദ്ദിച്ച സംഭവത്തിലാണ് രണ്ടുപേരെ കല്ലമ്പലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഞെക്കാട് വലിയവിള സ്വദേശികളായ സിമ്പിൾ എന്ന് വിളിക്കുന്ന സതീഷ് സാവൻ, ചിരി എന്നറിയപ്പെടുന്ന ശ്രീകാന്ത് എന്നിവരാണ് അറസ്റ്റിലായത്. സതീഷിന് 46ഉം ശ്രീകാന്തിന് 26ഉം വയസ്സാണ്. ഇരുവരും കുപ്രസിദ്ധ ഗുണ്ടകളാണ്. ബുധനാഴ്ച രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ കയറി യുവതിയെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വീട് അടിച്ചു തകർക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഒന്നാം പ്രതി സതീഷ് സാവൻ കൊലപാതക ശ്രമം, അടിപിടി കേസുകൾ, മോഷണം തുടങ്ങി 25ഓളം കേസുകളിൽ പ്രതിയാണ്. രണ്ടാം പ്രതി ശ്രീകാന്ത് 7 കേസുകളിൽ പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. നമ്മുടെ നിത്യജീവിതത്തിൽ പല മനുഷ്യരെയും കാണാറുണ്ട്. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഒരു കാര്യവുമില്ലാതെ പൊട്ടിത്തെറിക്കുന്നവർ. ചിലപ്പോൾ റോഡിൽ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞും അല്ലെങ്കിൽ ഒരു ഇരിപ്പിടത്തിൻ്റെ പേരിലുമൊക്കെ വഴക്കിടാൻ വരുന്നവരുണ്ട്. സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ളവരോട് കലഹിക്കാൻ പോകാത്തതാണ് ആരോഗ്യത്തിന് നല്ലത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടറുടെ ഡ്രൈവർക്ക് കുത്തേറ്റത് നിസ്സാര പ്രശ്നത്തെ തുടർന്നാണ്. ചങ്ങനാശ്ശേരി സ്വദേശി ഷിബുവിനെ കുത്തിയത് ആശുപത്രി പരിസരത്ത് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നയാളാണ്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ കണ്ടെത്താനുള്ള തെരച്ചിലിലാണ് ഗാന്ധിനഗർ പോലീസ്. ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെയാണ് സംഭവം. പാത്തോളജി വിഭാഗത്തിലെ വനിതാ ഡോക്ടറുടെ ഡ്രൈവറായ ഷിബുവിനെയാണ് കോളേജ് പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നയാൾ കുത്തിയത്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കുത്തിപ്പരിക്കേൽപ്പിക്കുന്നതിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. ഷിബുവിനെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ചികിത്സ നൽകി. പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് കോട്ടയം ഗാന്ധിനഗർ പോലീസ്. ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ ഇയാൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. മെഡിക്കൽ കോളേജിന് സമീപം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. സാമൂഹിക വിരുദ്ധ കേന്ദ്രമായി മെഡിക്കൽ കോളേജ് പരിസരം മാറിയതായും പരാതികൾ ഉണ്ടായിരുന്നു. ഇതിനെതിരെ നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് പുതിയ സംഭവം.
ന്യൂസ് 18 കോട്ടയം. സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ലാത്ത ഭയപ്പെടുത്തുന്ന അവസ്ഥ. ജന്മം നൽകിയ പിതാവും കൂടപ്പിറപ്പും അമ്മയുടെ കാമുകനുമൊക്കെ അവളുടെ ജീവിതം പിച്ചി ചീന്തുന്നുണ്ട്. പത്തനംതിട്ട റാന്നിയിൽ 14-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് സ്വന്തം അച്ഛനാണ്. വീട്ടിൽ അമ്മയില്ലായിരുന്ന സമയത്താണ് അയാൾ മകളെ പീഡിപ്പിച്ചത്. ഭയം കാരണം കുട്ടി ഇക്കാര്യം ആരോടും തുറന്നു പറഞ്ഞില്ല. പിന്നീട് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തു വന്നത്. കേസിൽ കട്ടപ്പന സ്വദേശിയായ 43-കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട പെൺകുട്ടിയുമായി റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസമാണ് അമ്മ ചികിത്സയ്ക്കെത്തിയത്. സംശയം തോന്നിയ ഡോക്ടർമാർ ലാബിലേക്ക് പരിശോധനയ്ക്കായി കുട്ടിയെ പറഞ്ഞയച്ചു. തുടർന്ന് സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന് കണ്ടെത്തിയത്. ലാബ് ജീവനക്കാർ ഉടൻ തന്നെ വിവരം പോലീസിന് കൈമാറി. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുട്ടിയുടെ അച്ഛനാണെന്ന് വ്യക്തമായത്. തുടർന്ന് പോലീസ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പെൺകുട്ടി വീട്ടിൽ അച്ഛന്റെ ലൈംഗിക പീഡനത്തിന് ഇരയായതെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഭയം മൂലം കുട്ടി പീഡന വിവരം ആരോടും തുറന്നു പറഞ്ഞില്ല. കട്ടപ്പന സ്വദേശിയായ പ്രതി 15 വർഷത്തോളം മുൻപാണ് പെൺകുട്ടിയുടെ അമ്മയ്ക്കൊപ്പം താമസം തുടങ്ങിയത്. നിയമപരമായി ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർ വെറുക്കപ്പെട്ടവരാണ്. അവരെ ഈ നാട്ടിൽ ജീവിക്കാൻ പോലും അനുവദിക്കാൻ പാടില്ല. ഇത്തരം ലൈംഗിക വൈകൃതമുള്ളവർക്കുള്ള താക്കീതാണ് ഒരു പോക്സോ കേസിലെ കോടതി വിധി. തിരുവനന്തപുരത്ത് ഭിന്നശേഷിക്കാരിയായ 16-കാരിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 47 വർഷം കഠിന തടവാണ് ശിക്ഷ. പ്രതി രാജീവ് 25,000 രൂപ പിഴയും അടയ്ക്കണമെന്നാണ് തിരുവനന്തപുരം അതിവേഗ പോക്സോ കോടതിയുടെ ഉത്തരവ്. സെപ്റ്റംബർ 25 രാവിലെ 11:45 കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് പ്രതി കുട്ടിയെ പീഡിപ്പിച്ചത്. ഈ സമയം കുട്ടിയുടെ ചേച്ചി വീട്ടിലെത്തിയിരുന്നു. അനിയത്തിയെ പീഡിപ്പിക്കുന്നത് കണ്ട കുട്ടി പ്രതിയെ അവിടെ കിടന്ന ഒരു വടിയെടുത്ത് അടിച്ചോടിച്ചു. പീഡനത്തിൽ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ ഭയന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുകുട്ടികളും നിലവിളിക്കുന്നത് കേട്ട നാട്ടുകാർ ഓടിയെത്തിയാണ് പോലീസിൽ വിവരമറിയിച്ചത്. മുറിയിൽ നിൽക്കുകയായിരുന്ന കുട്ടിയെ പ്രതി വലിച്ച് അടുക്കള ഭാഗത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് കേസ്. അതിനു മുൻപ് 2 തവണ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു. പ്രതി ഭീഷണിപ്പെടുത്തിയതിനാലാണ് പെൺകുട്ടി സംഭവം പുറത്തു പറയാതിരുന്നത്. പ്രതി രാജീവിനെ തിരുവനന്തപുരം അതിവേഗ കോടതിയാണ് 47 കൊല്ലം കഠിന തടവിനും 25,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. ഡൗൺ സിൻഡ്രോം രോഗബാധിതയായ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച പ്രതി യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയമോഹൻ ഹാജരായി. പ്രോസിക്യൂഷൻ 31 സാക്ഷികളെ വിസ്തരിക്കുകയും 31 രേഖകളും 3 തൊണ്ടിമുതലുകളും ഹാജരാക്കുകയും ചെയ്തു. നെടുമങ്ങാട് പോലീസ് ഉദ്യോഗസ്ഥരായ സുനിൽ ഗോപി, വി രാജേഷ് കുമാർ, PS വിനോദ് എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. 3 മക്കളെയും കുട്ടി കൈക്കൂലി വാങ്ങാനിറങ്ങിയ ഒരമ്മ പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് വിജിലൻസ് വിലങ്ങണിയിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച.
ആ കുട്ടികളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായിരിക്കും അത്. കൈക്കൂലിക്കാരിയുടെ മക്കളെന്ന ദുഷ്പേര് അവരെന്നും കേൾക്കേണ്ടി വരും. കൊച്ചിൻ കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എന്ന ഉന്നത പദവിയിൽ നിന്നാണ് അഴിമതിക്കാരി എന്ന പരിവേഷത്തിലേക്ക് സ്വപ്നം മാറിയത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകാൻ 15,000 രൂപ കൈക്കൂലി വാങ്ങിയ സ്വപ്നയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. മേയർ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ഔദ്യോഗിക കാലയളവിൽ സ്വപ്ന വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന കാര്യവും വിജിലൻസ് അന്വേഷിക്കുന്നു. സമീപകാലത്ത് സ്വപ്ന അനുവദിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെ പൂർണ്ണ വിവരം ശേഖരിക്കുകയാണ് വിജിലൻസ്. കഴിഞ്ഞ ദിവസം വൈറ്റിലയിലെ കോർപ്പറേഷൻ സോണൽ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ വിജിലൻസ് ചില രേഖകൾ പിടിച്ചെടുത്തു. സ്വപ്നയുടെ സമ്പാദ്യങ്ങളിലേക്കും അന്വേഷണം നീളും. അഴിമതിക്കാരുടെ പട്ടികയിൽ ഉൾപ്പെട്ട സ്വപ്ന ഏറെക്കാലമായി വിജിലൻസ് നിരീക്ഷണത്തിലായിരുന്നു. നിലവിൽ സ്വപ്നയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്വപ്നയുടെ തൃശൂരിലെ വീട്ടിലും വിജിലൻസ് പരിശോധന നടത്തിയിരുന്നു. കെട്ടിട നിർമ്മാണത്തിന് കൈക്കൂലിയായി 25,000 രൂപയാണ് ആദ്യം ചോദിച്ചത്. പിന്നീട് 15,000 രൂപയായി കുറച്ചു നൽകി. സ്വപ്നയുടെ കാറിൽ നിന്നും 41,180 രൂപയും കണ്ടെത്തിയിരുന്നു. ഈ പണവും കൈക്കൂലിയായി സ്വപ്ന കൈപ്പറ്റിയതാണെന്നാണ് സംശയം. ഒരു ദിവസത്തെ കളക്ഷനാണ് ഇതെന്നാണ് വിജിലൻസ് വിലയിരുത്തൽ. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി എറണാകുളം മധ്യമേഖല വിജിലൻസ് യൂണിറ്റ് ഒരുക്കിയ കെണിയിലാണ് സ്വപ്ന കഴിഞ്ഞ ദിവസം കുടുങ്ങിയത്. 2019 തൃശൂർ കോർപ്പറേഷനിൽ ജോലിയിൽ പ്രവേശിച്ച സ്വപ്ന സ്ഥലം മാറ്റത്തിൽ 2023 കൊച്ചി കോർപ്പറേഷന്റെ വൈറ്റ്ല സോണൽ ഓഫീസിലെത്തി. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ റാങ്ക് ആയതിനാൽ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എന്ന പദവിയും കിട്ടി. പക്ഷേ പദവികളെല്ലാം അഴിമതിക്ക് വേണ്ടി മുതൽ കൂട്ടുകയായിരുന്നു. സ്വപ്നയുടെ സഹായികളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് വിജിലൻസ്. ന്യൂസ് 18 കൊച്ചി. കൊല്ലം കരുനാഗപ്പള്ളിയിലെ അമൃത എന്ന പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? പഠിക്കാൻ മിടുക്കി, എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ. ഡിഗ്രിക്ക് ശേഷം PG പഠനത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് ആ ദുരന്തം സംഭവിച്ചത്. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശിനിയായ അമൃത ട്രെയിൻ ഇടിച്ച് മരിച്ചതിൻ്റെ ഞെട്ടലിലാണ് നാട്ടുകാരും ബന്ധുക്കളും. ചിന്നിത്തെറിച്ച നിലയിലായിരുന്നു മൃതദേഹം. ആദ്യം ആരാണെന്ന് തിരിച്ചറിയാൻ പോലീസിനും നാട്ടുകാർക്കും കഴിഞ്ഞില്ല. പിന്നീടാണ് മരിച്ചത് അമൃതയാണെന്ന് കണ്ടെത്തിയത്. മരണത്തിന് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപകട മരണമാകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 സംഭവം. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ട്രാക്കിലാണ് അമൃതയുടെ മൃതദേഹം കാണപ്പെട്ടത്. തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഛിന്ന ഭിന്നമായാണ് മൃതദേഹം കിടന്നിരുന്നത്. നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്നാണ് റെയിൽവേ പോലീസും കരുനാഗപ്പള്ളി പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചത്. അന്വേഷണത്തിൽ കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി 22-കാരിയായ അമൃതയാണ് മരിച്ചതെന്ന് വ്യക്തമായി. PG പഠനത്തിന് ശേഷം തുടർ പഠനത്തിന് പോകുവാനായി സീസൺ ടിക്കറ്റ് എടുക്കുവാനാണ് അമൃത റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് വീട്ടിലേക്ക് മടങ്ങും വഴി പാളം മുറിച്ചു കിടക്കവേ ട്രെയിൻ തട്ടി മരിച്ചതായാണ് സംശയം. അപകട മരണമാണോ ആത്മഹത്യയാണോ എന്ന് വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു. പഠനത്തിൽ മിടുക്കിയായിരുന്നു അമൃത. മറ്റു കാരണങ്ങളൊന്നും ഉള്ളതായി ബന്ധുക്കൾക്കും അറിവില്ല. സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ഒരാഴ്ചക്കിടെ നടന്ന 2 കൊലപാതകങ്ങളുടെ നടുക്കത്തിലാണ് മംഗളൂരു നഗരം. മലയാളി യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നതിൻ്റെ ഞെട്ടൽ മാറും മുൻപേ
ബജ്പേയിൽ ബജ്രംഗ് ദൾ പ്രവർത്തകനെ സംഘം ചേർന്ന് കൊലപ്പെടുത്തി. മംഗളൂരു സ്വദേശി സുഹാസ് ഷെട്ടിയെ മാരകായുധങ്ങളുമായി എത്തിയ 6 അംഗ സംഘമാണ് കൊലപ്പെടുത്തിയതെന്നാണ് വിവരം. എന്നാൽ കൊലപാതകത്തിൻ്റെ കാരണം വ്യക്തമല്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസിനെയും വിന്യസിച്ചു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഒരാഴ്ചക്കിടെ 2 കൊലപാതകങ്ങൾ. മലയാളിയായ അഷറഫിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നതിന് പിന്നാലെയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ ആളുകൾ നോക്കി നിൽക്കെ നടു റോഡിലിട്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ആശങ്കയുയർത്തി മംഗളൂരുവിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത്. സുഹൃത്തുക്കൾക്കൊപ്പം കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന സുഹാസ് ഷെട്ടിയെ 2 വാഹനങ്ങളിലായി എത്തിയ സംഘമാണ് വാളും മറ്റു മാരകായുധങ്ങളും ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. നിമിഷ നേരം കൊണ്ട് തന്നെ ഇവർ രക്ഷപ്പെടുകയും ചെയ്തു. മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സൂറത്കല്ലിൽ ഫാസിലിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയാണ് സുഹാസ് ഷെട്ടി. ഇയാൾക്കെതിരെ മറ്റൊരു കൊലപാതക കേസ് കൂടി നിലവിലുണ്ട്. പോലീസിന്റെ ഗുണ്ടാ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ബജ്രംഗ് ദൾ ഗോസംരക്ഷണ നേതാവായ സുഹാസ് ഷെട്ടി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു. രാഷ്ട്രീയ കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസെങ്കിലും അഷറഫിന്റെ കൊലയുമായി സംഭവത്തിന് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. പോലീസ് പരിശോധനയിൽ കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന ചോരപുരണ്ട കത്തി കണ്ടെടുത്തു. സംഘർഷ സാധ്യത മുൻനിർത്തി നഗരത്തിൽ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1000-ഓളം പോലീസുകാരെയും വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചു. 5 SP-മാർക്കാണ് ക്രമസമാധാന ചുമതല. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ADGP R ഹിതേന്ദ്ര മംഗളൂരുവിലെത്തി. സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ADGP വ്യക്തമാക്കി. We have identified the accused, so our teams are on to search for them. Very soon we will do the good results. We request all the citizens of Mangalore that to maintain peace and cooperate with the police department. സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കന്നഡ ജില്ലയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ബന്ദ് ആചരിച്ചു. വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ നിരത്തിലിറങ്ങിയില്ല. ആശുപത്രി ആവശ്യങ്ങൾക്കും മറ്റുമായി മംഗളൂരുവിലെത്തിയ മലയാളികൾ ഉൾപ്പെടെ ബന്ദിൽ വലഞ്ഞു. നഗരത്തിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിന് നേരെ കല്ലേറുണ്ടായതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം അഷറഫിന്റെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി കൂടി അറസ്റ്റിലായി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 21ആയി. ന്യൂസ് 18 മംഗളൂരു. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ വിതരണം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയതാണ്. സർക്കാർ ആശുപത്രികളിലെ നിർധനരായ രോഗികൾക്ക് വേണ്ടി നാട്ടുകാരിൽ നിന്നും പൊതിച്ചോർ സ്വീകരിക്കാൻ പ്രവർത്തകർ ഓരോ വീടുകളിലും എത്തും. പൊതുവെ എല്ലാവരും അതിനോട് സഹകരിക്കാറുണ്ടല്ലേ. എന്നാൽ കണ്ണൂരിൽ പൊതിച്ചോർ ശേഖരിക്കാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കോൺഗ്രസ് നേതാവ് മർദ്ദിച്ചതായി പരാതി. കണ്ണവർ സ്വദേശിയായ മുൻ DCC അംഗം പ്രഭാകരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെയായിരുന്നു കേസിനാസ്പദമായ സംഭവം. ആശുപത്രികളിൽ നൽകാനുള്ള പൊതിച്ചോറ് ശേഖരിക്കുന്നതിനിടെ അകാരണമായി മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പരാതി. പ്രഭാകരന്റെ അയൽപ്പക്കത്തെ വീട്ടിൽ വെച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ചത്. കണ്ണമം സ്വദേശിയായ പ്രഭാകരൻ മുൻ DCC അംഗമാണ്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഡിവൈഎഫ്ഐ പൊതിച്ചോർ വിതരണം ചെയ്യുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പദ്ധതി ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി നടത്തുന്നുണ്ട്.
മർദ്ദന പരാതിയിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു. അതേസമയം അടിസ്ഥാനരഹിതമായ ആരോപണമെന്നാണ് കോൺഗ്രസ് നിലപാട്. ന്യൂസ് 18 കണ്ണൂർ. വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് ലഹരി എത്തിക്കാൻ പുതിയ വഴികൾ തേടുകയാണ് മാഫിയ സംഘങ്ങൾ. ഇതര സംസ്ഥാനക്കാരാണ് ഇടനിലക്കാർ. മ്യാൻമറിൽ നിന്ന് നാഗാലാൻഡ് വഴി കേരളത്തിലേക്ക് എത്തിച്ച ഹെറോയിൻ പെരുമ്പാവൂരിൽ പിടികൂടി. 10 സോപ്പ് പെട്ടികളിലായാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചിരുന്നത്. കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന പ്രധാന കണ്ണികളായ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂരിൽ 126 ഗ്രാം ഹെറോയിനുമായി 4 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പോലീസിന്റെ പിടിയിലായത്. 10 സോപ്പ് പെട്ടികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന്. ആലുവ റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ചെമ്പറക്കി ഭാഗത്ത് വെച്ച് ഓട്ടോയിലെത്തിയ സംഘത്തെ പരിശോധിച്ചു. ഇതോടെയാണ് ലഹരി വസ്തു പിടിച്ചെടുത്തത്. അസം സ്വദേശികളായ ഷുക്കൂർ അലി, സബീർ ഹുസൈൻ, സദ്ദാം ഹുസൈൻ, റമീസ് രാജ് എന്നിവരെ പെരുമ്പാവൂർ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘവും തടിയിട്ടപ്പറമ്പ് പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് കടത്ത് സംഘത്തിലെ പ്രധാനികളിൽ ഒരാളാണ് പിടിയിലായ ഷുക്കൂർ അലി. ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ ഹെറോയിൻ കടത്തുന്നതായി വിവരം ലഭിച്ചതിനു ശേഷം ഇവർ കുറച്ചു ദിവസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു. അസമിൽ നിന്ന് ബോക്സ് 1-ന് 30,000 രൂപ നിരക്കിൽ വാങ്ങുന്ന ഹെറോയിൻ ഇവിടെ 70,000 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. അസമിൽ നിന്ന് ട്രെയിൻ മാർഗം ആലുവയിലെത്തി തുടർന്ന് ഓട്ടോറിക്ഷയിൽ പെരുമ്പാവൂരിലേക്ക് പോകുന്ന വഴിയാണ് ഇവരെ പിടികൂടിയത്. മ്യാൻമറിൽ നിന്ന് നാഗാലാൻഡ് വഴിയാണ് ഹെറോയിൻ കേരളത്തിലേക്ക് എത്തുന്നതെന്ന് മുഖ്യപ്രതിയായ ഷുക്കൂർ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഷുക്കൂർ നേരത്തെ മയക്കുമരുന്ന് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ്. സദ്ദാം ഹുസൈനും സാബിർ ഹുസൈനും സഹോദരങ്ങളാണ്. പെരുമ്പാവൂർ ASP ശക്തി സിംഗ് ആര്യ, ഇൻസ്പെക്ടർ PJ കുര്യാക്കോസ്, സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, ASIമാരായ KA നൌഷാദ്, PA അബ്ദുൾ മനാഫ്, സീനിയർ CPOമാരായ വർഗീസ് ടി വേണാട്, TA അഫ്സൽ, ബെന്നി ഐസക്, മാഹിൻ ഷാ, KS അനൂപ്, KR രാഹുൽ, CPOമാരായ KR വിപിൻ, ജോസഫ് റഹാം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് 18 കൊച്ചി. നമ്മളിൽ പലരും വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വീടിന് പരിസരത്ത് തന്നെയാണ് താക്കോൽ വെക്കാറുള്ളത്. ഇത് ചിലപ്പോൾ അയൽവാസികളുടെയോ ബന്ധുക്കളുടെയോ ശ്രദ്ധയിൽപ്പെടാം. എന്നാൽ ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണ് കേട്ടോ. കാസർഗോഡ് ചെറുവത്തൂരിൽ വീട്ടിൽ നിന്ന് 3.5 പവൻ സ്വർണം കവർന്നത് ബന്ധുവും അയൽവാസിയുമായ സ്ത്രീയാണ്. കേസിൽ പയ്യങ്കി സ്വദേശിനി ബിന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീടിന് പുറത്ത് സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് അകത്തു കയറിയാണ് ബിന്ദു സ്വർണം കവർന്നത്. വീട്ടുകാർ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് വീട്ടിൽ നിന്നും 3.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് സ്ത്രീ അറസ്റ്റിലായത്. ചെറുവത്തൂർ തുരുത്തി പയ്യങ്കിയിലെ ബിന്ദുവിനെയാണ് ചന്ദേര ഇൻസ്പെക്ടർ P പ്രശാന്തിന്റെ മേൽനോട്ടത്തിൽ SI KP സതീഷ് കുമാർ സംഘവും അറസ്റ്റ് ചെയ്തത്. കവർച്ച നടത്തിയ 3.5 പവൻ സ്വർണം നീലേശ്വരത്തെ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയിരുന്നു. ഇത് കണ്ടെടുത്തതായി പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്.
അറസ്റ്റിലായ ബിന്ദുവും പരാതിക്കാരിയായ ബിന്ദുവും ബന്ധുക്കളാണ്. 10 ദിവസം മുമ്പാണ് ചെറുവത്തൂർ പയ്യങ്കിയിലെ വീട്ടിൽ രാവിലെ 10-നും വൈകിട്ട് 5:30-ക്കും ഇടയിൽ കവർച്ച നടന്നത്. ഈ സമയത്ത് ബിന്ദു വീട് പൂട്ടി കാഞ്ഞങ്ങാട് ആവിക്കരയിലെ ഭർത്തൃ സഹോദരന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. വൈകുന്നേരം തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. വീട് പൂട്ടി പുറത്ത് മെഷീനടിയിൽ വെച്ച് താക്കോൽ ഉപയോഗിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. കവർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ മോഷ്ടാവ് വാതിൽ പൂട്ടാതെ താക്കോൽ എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചാണ് തിരികെ പോയത്. ബിന്ദു വരുന്നതിന്റെയും പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞതാണ് പ്രതിയെ കുരുക്കിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. ആലപ്പുഴയിലെ KSFE ജീവനക്കാരൻ രാജീവ് വലിയൊരു തട്ടിപ്പുകാരനാണ്. സാധാരണക്കാരായ നിക്ഷേപകരെ അയാൾ എങ്ങനെയാണ് കബളിപ്പിച്ചതെന്നറിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. KSFE ഈവനിംഗ് ബ്രാഞ്ചിൽ വായ്പയ്ക്ക് ജാമ്യം നൽകിയ ആധാരം ഉടമ അറിയാതെ രാജീവ് ഭാര്യയുടെ പേരിലുള്ള ചിട്ടിക്ക് വായ്പയായി വെച്ചെന്നാണ് പരാതി. സംഭവത്തിൽ രാജീവിനെതിരെ പോലീസ് വീണ്ടും കേസെടുത്തു. ആപ്പൂർ സ്വദേശി രവീന്ദ്രൻ, ഭാര്യ മണിക്കുട്ടി എന്നിവർ നൽകിയ പരാതിയിലാണ് മണ്ണഞ്ചേരി പോലീസിന്റെ നടപടി. കലൂരി എല്ലാം പറയും, ഈവൻ ബ്രാഞ്ചിൽ ചെല്ലാൻ പറയും, ഈവനിങ് ബ്രാഞ്ചിൽ ചെല്ലുമ്പോൾ പറയും, റീഗൽ ഓഫീസിൽ ചെല്ലാൻ പറയും, അവിടെ ചെല്ലുമ്പോൾ പറയും പിന്നെയും കലൂരും. അങ്ങനെ അങ്ങോട്ട് ഒരുപാട് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് KSFEക്കാർ നടത്തിയിട്ടുണ്ട്. ഈ വെയിലത്തെയാണ് ഞങ്ങൾ എല്ലാവരും രണ്ടുപേരും കൊണ്ട് നടക്കുന്നത്. ഞങ്ങൾ ആരോട് പറയാനാണ്? ഇവനെ വിശ്വസിച്ചും കൊണ്ടാണ് ഞങ്ങൾ പ്രമാണം കൊടുത്തത്. ഉദ്യോഗസ്ഥരോട് ചതിക്കുക. അതല്ലേ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ വരാൻ പറയും, ഇവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പറയും. അവൻ സപ്പോർട്ടായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. വീട് നിർമ്മാണത്തിനായി 8 ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് പറഞ്ഞാണ് രാജീവ് ബന്ധുക്കൾ കൂടിയായ രവീന്ദ്രന്റെയും മണിക്കുട്ടിയുടെയും 10 സെന്റ് പുരയിടത്തിന്റെ ആധാരം ഈടായി വാങ്ങിയത്. വായ്പാ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം 8 ലക്ഷം രൂപ KSFEയിൽ നിന്ന് രവീന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. മാസാമാസമുള്ള തിരിച്ചടവ് തന്റെ പക്കൽ നൽകിയാൽ മതിയെന്ന് രാജീവ് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 8 ലക്ഷം രൂപയും രവീന്ദ്രൻ നൽകി. ആധാരം തിരിച്ചു കിട്ടുന്ന ഘട്ടമായപ്പോഴാണ് ജപ്തി നടപടികളുമായി KSFE ജീവനക്കാർ വീട്ടിലെത്തുന്നത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വഞ്ചിക്കപ്പെട്ട വിവരം കുടുംബം തിരിച്ചറിയുന്നത്. വായ്പയ്ക്കായി രവീന്ദ്രൻ നൽകിയ പുരയിടത്തിന്റെ ആധാരം രാജീവ് കലവൂർ ബ്രാഞ്ചിൽ ഭാര്യയുടെ പേരിലുള്ള ചിട്ടിക്ക് ഈടായി നൽകുകയായിരുന്നു. ചിട്ടി തിരിച്ചടവ് മുടങ്ങിയതോടെ രവീന്ദ്രന് ജപ്തി നോട്ടീസ് കിട്ടിയപ്പോഴാണ് തട്ടിപ്പിന്റെ വിവരം പുറത്തുവരുന്നത്. ജില്ലാ പോലീസ് മേധാവിക്ക് കുടുംബം പരാതി നൽകിയിരുന്നുവെങ്കിലും ഒടുവിൽ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ഈ KSFE ഉദ്യോഗസ്ഥരുടെ സംഘടന, CIT വിഭാഗത്തിന്റെ സംഘടനയുടെ നേതാവാണ് ഈ കേസിലെ പ്രതി. ഇതിനകത്ത് ഈ പ്രതി ഒറ്റയ്ക്കല്ല ഈ കാര്യം ചെയ്തിട്ടുള്ളത്. KSFEയിലെ മറ്റു ഉദ്യോഗസ്ഥർക്കും ഇതിനകത്ത് പങ്കുണ്ട്. KSFEയിലെ ചെയർമാന് പരാതി കൊടുത്തു, സംസ്ഥാനത്തെ മന്ത്രിക്ക് പരാതി കൊടുത്തു, KSFEയുടെ എല്ലാ ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുത്തു, ഉന്നത ഉദ്യോഗസ്ഥർക്കൊക്കെ പരാതി കൊടുത്തു. പക്ഷേ ഒരു നടപടി സ്വീകരിക്കാതെ വന്നതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു കേസ് കോടതി മുഖാന്തരം ഫയൽ ചെയ്യാനും ഇപ്പോൾ കേസെടുപ്പിക്കാനും ഇടയായിട്ടുള്ളത്. ഈവനിംഗ് ബ്രാഞ്ചിൽ നൽകിയ ആധാരം ഉടമയറിയാതെ കലവൂർ ബ്രാഞ്ചിൽ വായ്പയ്ക്കായി ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് KSFE വിജിലൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഗ്രേഡ് അസിസ്റ്റന്റായ രാജീവിനെ KSFE നിലവിൽ പരാതികളുടെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കലവൂർ സ്വദേശി തന്നെയായ സുമയുടെ പരാതിയിലും സൗത്ത് പോലീസ് രാജീവിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ തീപിടുത്തം. പുക പടർന്നതോടെ ICUവിൽ നിന്നടക്കം രോഗികളെ ഒഴിപ്പിച്ചു. UPS മുറിയിലെ ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു. തിരുവനന്തപുരം സ്വദേശിയും ആലുവയിൽ ഡ്രൈവറുമായ അൻഷാദിനാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ അൻഷാദിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിങ്ങളുടെ പങ്കാളി ഒരു സംശയരോഗിയാണോ? എങ്കിൽ സൂക്ഷിക്കണം കേട്ടോ.
കാരണം സംശയരോഗം ഒരാളെ അക്രമിയും കൊലയാളിയുമാക്കാം. പൊതുവെ സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലാണ് ഈ പ്രവണത കണ്ടുവരുന്നത്. ഭാര്യയ്ക്ക് സൗന്ദര്യം കൂടിയാലോ, തന്നേക്കാൾ കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിലോ, ഉയർന്ന ശമ്പളമോ നല്ല ജോലിയോ ലഭിച്ചാലോ ചില ഭർത്താക്കന്മാർ അസ്വസ്ഥരാകും. നേരിട്ട് പ്രകടിപ്പിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളിൽ അപകർഷതാബോധം ഉടലെടുക്കാം. പിന്നീട് സംശയരോഗമായത് മാറാം. പല ദാമ്പത്യ ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം അതാണ്. കുവൈത്തിലെ മലയാളി കുടുംബത്തിൽ സംഭവിച്ചത് ഒരൊറ്റപ്പെട്ട കേസായി കാണരുത്. ഇക്കാലത്ത് സംശയം കാരണം ഭാര്യമാരെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. ഇത്തരം മനോഭാവമുള്ളവർ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അവരെ ചികിത്സയ്ക്ക് വിധേയരാക്കുകയാണ് വേണ്ടത്. നാളെ ഇത്തരം ദുരന്തം നിങ്ങളുടെ കുടുംബങ്ങളിലും സംഭവിക്കാതിരിക്കാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.